നമസ്കാരം, എൻ്റെ പേര് ആലിയ ഫാത്തിൻ. അമൃത ഹോസ്പിറ്റലിൽ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. എന്താണ് സ്റ്റട്ടറിങ്? സംസാരത്തിലെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി വരുന്ന ഡിസ്ഫ്ലുവൻസീസിനാണ് സ്റ്റട്ടറിങ് അഥവാ വിക്ക് എന്ന് പറയുന്നത്. വിക്ക് 3 തരത്തിലാണുള്ളത്. ആവർത്തനങ്ങൾ, സംസാരിക്കുമ്പോൾ വാക്കുകളോ ശബ്ദങ്ങളോ ആവർത്തിച്ച് പറയുക. ബ്ലോക്സ്, അതായത് സംസാരിക്കുമ്പോൾ അവിടെ തടസ്സം വരിക. പ്രൊലോങ്ങേഷൻസ്, സംസാരിക്കുമ്പോൾ വാക്കുകളോ ശബ്ദങ്ങളോ നീട്ടി പറയുക. ഈ 3 തരത്തിലാണ് ഡിസ്ഫ്ലുവൻസീസ് വരുന്നത്. സ്റ്റട്ടറിങ് അഥവാ വിക്ക് കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുട്ടികളിൽ നമുക്കത് നേരത്തെ കണ്ടുപിടിച്ച് ഏർലി ട്രീറ്റ്മെന്റ് നമുക്കവർക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുതിർന്നവരിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റട്ടറിങ് മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി അവർക്ക് എങ്ങനെ സ്റ്റട്ടറിങ്ങിനെ മറികടക്കാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. കുട്ടികൾ നോർമലി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ചില റെപ്പിറ്റീഷനുകളും പ്രൊലോങ്ങേഷൻസും അവരുടെ സ്പീച്ചിൽ നോർമലാണ്. അത് അവരുടെ നോർമൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. പക്ഷേ ഈ ബുദ്ധിമുട്ട് 6 മാസമോ 1 വർഷമോ നീണ്ടു നിൽക്കുകയും അതിൻ്റെ സിവിയറിറ്റി കൂടുകയോ ആണെങ്കിൽ ഒരു സ്പീച്ച് പത്തോളജിസ്റ്റിനെ കാണിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരു സ്പീച്ച് പത്തോളജിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി എങ്ങനെ സ്റ്റട്ടറിങ് മറികടക്കാം എന്നുള്ളത് പഠിക്കാവുന്നതാണ്. വിക്കുള്ള മുതിർന്നവരിൽ നമുക്ക് കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളാണ് സൊസൈറ്റിയിൽ ഇറങ്ങി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അവർക്ക് ആൻസൈറ്റി ഇഷ്യൂസ്, അതുപോലെ തന്നെ സംസാരിക്കേണ്ട സ്ഥലങ്ങൾ വരുമ്പോൾ ഒഴിവായി മാറി നിൽക്കുക, സംസാരം നടുക്ക് വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ. അത് അവരെ ഇമോഷണലിയും അതുപോലെ തന്നെ മെന്റലി ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നുമുണ്ട്. അത് കാരണം തന്നെ നമ്മൾ അവരെ അനുകരിക്കാനോ കളിയാക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ പോകരുത്. മറിച്ച് അവർക്കൊരു നല്ല ലിസണറായി പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓർക്കുക, ഒരാളുടെ സംസാരത്തിൻ്റെ ഒഴുക്കിനേക്കാൾ വലുതാണ് അവരുടെ ആശയങ്ങളുടെ ശക്തി. വിക്കുള്ള ഒരാൾക്ക് നമ്മളെപ്പോഴും ഒരു സപ്പോർട്ടായി നല്ലൊരു ലിസണറായി നിൽക്കുക. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഒരു സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിസ്റ്റിനെ കാണുകയും അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക.